യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ. ജീവന്റെ ശബ്ദം ഇന്നും മുഴങ്ങുന്നു. യേശു പറയുന്നു, ഇപ്പോഴാണ് സമയം. ഇത് ഭാവിയിലെ ഒരു വാഗ്ദാനം മാത്രമല്ല, ഇന്നത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിൻ്റെ ശബ്ദം ആത്മീയമായി മരിച്ചവരെ ഉണർത്തുന്നു, നിരാശയിലായവർക്ക് പ്രത്യാശ നൽകുന്നു, പാപബന്ധനത്തിലുള്ളവർക്ക് മോചനം നൽകുന്നു. നമ്മുടെ പ്രത്യാശ മനുഷ്യരിലല്ല, സാഹചര്യങ്ങളിലുമല്ല, ജീവൻ്റെ ശബ്ദമായ ക്രിസ്തുവിലാണ്. ക്രിസ്തു ജീവൻ്റെ ഉറവിടമാണ്. നമ്മുടെ പ്രത്യാശ താൽക്കാലിക ആശ്വാസമല്ല, അത് നിത്യജീവൻ്റെ ഉറപ്പാണ്. ഈ ലോകം മാറും, ശരീരം ക്ഷയിക്കും, സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാകാം. എന്നാൽ ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ കുലുങ്ങുകയില്ല. നങ്കൂരം കടലിൻ്റെ അടിത്തട്ടിൽ ഉറച്ചിരിക്കുമ്പോൾ കപ്പൽ തിരമാലകളിൽ അലഞ്ഞാലും മുങ്ങുകയില്ല. അതുപോലെ നമ്മുടെ ജീവിതം തിരമാലകളിലായാലും പ്രത്യാശ ക്രിസ്തുവിൽ നങ്കൂരമിട്ടാൽ നമ്മൾ നിലനിൽക്കും. യേശു പറയുന്നു, കല്ലറകളിൽ ഉള്ളവർ അവൻ്റെ ശബ്ദം കേട്ട് പുറത്തു വരും. ഇത് വിശ്വാസികളുടെ മഹത്തായ പ്രത്യാശയാണ്. മരണം അവസാനമല്ല, ക്രിസ്തുവില്ലവർക്ക് മരണം ഒരു വാതിൽ മാത്രം, ശവകുടീരം ഒരു ഇടവേള മാത്രം. നിത്യജീവിതം ഒരു വാഗ്ദാനം മാത്രമല്ല, ഉറപ്പ് തന്നെയാണ്. ഈ പ്രത്യാശയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഹൃദയം. പ്രിയ സഹോദരങ്ങളെ, നിരാശയിലാണോ? അവൻ്റെ ശബ്ദം കേൾക്കുക. ഭയത്തിലാണോ? അവൻ്റെ വചനത്തിൽ നങ്കൂരമിടുക. ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ ഇപ്പോഴുള്ള ജീവിതം മാറ്റുന്നു, ഭാവിയിലെ ഉറപ്പിക്കുന്നു, നിത്യത്തെ പ്രകാശിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ നിന്റെ പ്രത്യാശയിൽ നങ്കൂരമിടുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.